മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കുരുമുളക് വിളവെടുത്ത് അത് പൊഴിച്ചെന്ന് പറയുമ്പോൾ ഇതേപോലെയുള്ള തിരിയിൽ നിന്ന് നമ്മൾ ഇറുത്ത് അത് വേറെ മാറ്റി ഇത് നല്ല രീതിയിൽ സംസ്കരിച്ച്, അതായത് ഉണക്കി നല്ല വിലയ്ക്ക് വിൽക്കുന്ന രീതിയെ പറ്റിയാണ് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത്. ഒപ്പം ഈ കുരുമുളകിൻ്റെ കഥകൾ, കുരുമുളക് ഉപയോഗിച്ചിട്ടുണ്ട്, കുരുമുളക് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുരുമുളകിനെ പറ്റിയുള്ള അതിൻ്റെ ആ വിവരണം, കുരുമുളക് എങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്നും കുരുമുളകിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നും കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ഈ കുരുമുളക് എന്ന് പറയുമ്പോൾ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഏറ്റവും നമുക്കെല്ലാവർക്കും സുപരിതമായ ഒരു സുഗന്ധവ്യഞ്ജനമാണ് എന്ന് മാത്രമല്ല, ഇത് എല്ലാ വീടുകളിലും കുരുമുളക് ഇന്ന് ഉണ്ട്. കാരണം മിക്ക ഉദര രോഗങ്ങൾക്ക്, അതുപോലെ തന്നെ മറ്റുള്ള പല അസുഖങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സുഗന്ധവ്യഞ്ജനം കൂടിയാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഈ വള്ളിക്കുരുമുളക് നട്ട് 3ാമത്തെ കൊല്ലം മുതൽ നമുക്ക് ആദായം കിട്ടും. 2-3 കൊല്ലം കൊണ്ട് നമുക്ക് ആദായം കിട്ടും. അപ്പോൾ വള്ളിക്കുരുമുളക് നടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇതേപോലെയുള്ള ഈ കുരുമുളകിൻ്റെ വള്ളികളാണ്. ഈ വള്ളികൾ ഏതാണ്ട് ഒരു 3 മുട്ട് നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. 1, 2, 3 മുട്ട് നീളത്തിൽ നമുക്ക് മുറിച്ചെടുത്ത് 2 മുട്ട് മണ്ണിനടിയിൽ വരത്തക്ക രീതിയിൽ നട്ടാണ് നമ്മൾ വേര് പിടിപ്പിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇതേപോലെ കവറിനകത്ത് വെച്ച് വേണമെങ്കിൽ വേര് പിടിപ്പിക്കാം. അതല്ലെങ്കിൽ മരത്തിൻ്റെ ചുവട്ടിൽ ഒരടി മാറ്റി വെച്ച് നമുക്ക് വേര് പിടിപ്പിക്കാം. അങ്ങനെ 3ാമത്തെ വർഷം മുതൽ ഇതിൻ്റെ ആദായം കിട്ടി തുടങ്ങും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ കുരുമുളക് നമ്മൾ ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ കുരുമുളക് എടുത്ത് ഉണങ്ങിയോ അല്ലെങ്കിൽ പച്ചയ്ക്കോ നമ്മൾ വിട്ടിട്ട് മറ്റ് കുരുമുളകിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഈ തിരിയെ, അതുപോലെ തന്നെ ഇത് പച്ചയ്ക്ക് പാറ്റുമ്പോൾ കിട്ടുന്ന ഈ മങ്കെന്നൊക്കെ പറയും, ഇതിൻ്റെ നണിയില്ലാത്ത ആ സാധനങ്ങൾ, ഇതൊക്കെ നമുക്ക് നല്ല ഒരു വസ്തുവാണ്. കാരണം ഈ തൊത്തെന്നും തിരിയെന്നും പറഞ്ഞ ഈ സാധനം നമ്മൾ സാധാരണ ഇതിലും കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കളയരുത്. ഇത് വെയിലത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഉണക്കി കഴിഞ്ഞാൽ 2 ഉപയോഗമുണ്ട്. ഒന്ന്, നമുക്കിത് തലയിണയ്ക്കകത്ത് ഇട്ട് തല വെച്ച് ഉറങ്ങാമെങ്കിൽ ഈ ശ്വാസ തടസ്സങ്ങൾ, മൂക്കടപ്പ്, അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഒരു പരിധി വരെ ജലദോഷവും ഉണ്ടാകത്തില്ല എന്ന് പറയാം. പിന്നെ മറ്റൊന്ന്, ഇത് നല്ല ഭംഗിയായിട്ട് ഉണങ്ങി കുറച്ച് എടുത്ത് ഇതും കൂടെ ഇട്ട് നമുക്ക് പോയിക്കാൻ സാധിക്കും. പോയിച്ച് കഴിഞ്ഞാൽ, സന്ധ്യാസമയത്ത് പോയിച്ച് കഴിഞ്ഞാൽ കൊതുവ് ആ ഭാഗത്തൊന്നും വരത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മറ്റൊരു കാരണം, അപ്പം കുരുമുളക് വിളവെടുത്തതിന് ശേഷം നമ്മൾ നീക്കം ചെയ്യുന്ന ഈ സംഗതി നമ്മൾ കളയരുത്, നമുക്ക് ഉപയോഗമാണ്. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് കുരുമുളകിൻ്റെ വള്ളിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, കുരുമുളകിൻ്റെ വള്ളി നമുക്ക് നടാൻ വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ നടാൻ വേണ്ടി മാത്രമല്ല, ഇങ്ങനെ കുരുമുളകിൻ്റെ വള്ളി ഇതിങ്ങനെ ഓരോ കുരുമുളകും ഇങ്ങനെ പടർന്നു വരും. ഇങ്ങനെ നമ്മൾ ചുറ്റിയെടുത്ത് നല്ല തീക്കനൽ ഇട്ട് വാട്ടിയെടുത്ത് നല്ല ഭംഗിയായിട്ട് ചതച്ച് അല്പനേരം വെള്ളത്തിൽ ഇട്ടേക്കുക. അന്നേരം അതിൻ്റെ കൊഴുപ്പ് മൊത്തം പോകുന്നതിന് ശേഷം നമുക്കിത് ദേഹത്ത് തേച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ തേച്ച് കുളിച്ചാൽ നമ്മുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കുകൾ പോകുന്നത് മാത്രമല്ല, ശരീരത്തിന് ഒരു സുഗന്ധം ഉണ്ടാവുകയും ഒപ്പം കൊതുവിൻ്റെ ഉപദ്രവം നമുക്ക് ഉണ്ടാവത്തുമില്ല. പിന്നെ അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു സംഗതി ഉള്ളത്, ഇത് ഈ കുരുമുളകിൻ്റെ ഇല നല്ല ഇല എന്ന് പറയുമ്പോൾ നല്ല മൂപ്പെത്തിയ ഇലകൾ മുറിച്ചെടുത്ത് ഒരു 10 ഇല മുറിച്ചെടുത്ത് അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തുടച്ച് അത് ചെറുതായിട്ട് അരിഞ്ഞ് ശുദ്ധമായ വെളിച്ചെണ്ണയിലോ അതല്ലെങ്കിൽ നല്ലെണ്ണയിലോ ഇട്ട് കാച്ചി മൂപ്പിച്ചെടുത്ത് അരിച്ച് എടുത്ത് നമ്മൾ നമ്മുടെ സന്ധികളിൽ പുരട്ടുകയാണെങ്കിൽ സന്ധിവേദന ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ ഇത്തരത്തിൽ ഈ കുരുമുളക് കൃഷി മറ്റ് ഏതൊരു കൃഷിയെക്കാട്ടിലും നമുക്ക് ഇന്ന് വളരെ മെച്ചപ്പെട്ടതാണ്. കാരണം ജൈവ വളങ്ങളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യുകയും ഒപ്പം ഇതേപോലെ നല്ല രീതിയിൽ, ഇതിപ്പോൾ ഞാൻ പച്ചയ്ക്ക് ഇത് ചവിട്ടി പൊഴിച്ചു. ഇത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, കഴിഞ്ഞ ദിവസം മുളക് പറിച്ചു, ഒരു ദിവസം ഒരു ചാക്കിൽ കെട്ടി വച്ചിട്ട് ശേഷം ഇത് ഭംഗിയായ രീതിയിൽ പൊഴിച്ചെടുത്തു. ഇനി ഞാൻ ചെയ്യുന്നത്, ഇത് നല്ല രീതിയിൽ തിളച്ച വെള്ളത്തിനകത്ത് ഒന്നിട്ടതിന് ശേഷമാണ് ഇത് ഞാൻ ഉണക്കാൻ വേണ്ടി ഇടുന്നത്. ഇതേപോലെയുള്ള പോളിത്തീൻ ഷീറ്റിലോ അതല്ലെങ്കിൽ പനമ്പ്, നമ്മൾ ഈ റൗണ്ടാക്കി എടുക്കുന്ന പനമ്പിലോ നമുക്ക് ഇത് ഉണക്കാൻ വേണ്ടി ഇടാം.
4-5 ദിവസം നല്ല വെയിൽ കൊള്ളാമെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഉണങ്ങി കിട്ടും. അപ്പം ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഇത് മുക്കി എടുക്കുന്നതിനെന്ന് വെച്ചാൽ നല്ല നിറം കിട്ടും. എന്ന് മാത്രമല്ല ഈ പൂപ്പൽ എത്ര നാളിരുന്നാലും പൂപ്പലെന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ ഈ ഈർപ്പമൊക്കെ അടിക്കുന്നുണ്ടെങ്കിൽ ഈ പൂപ്പലുണ്ടാവും. പിന്നെ അത് കഴുകിയൊക്കെ വൃത്തിയാക്കി ഉണക്കിയൊക്കെ വേണം നമ്മൾ ഉപയോഗിക്കാൻ. പൂപ്പൽ നമ്മുടെ ശരീരത്തിന് ദോഷകരമായ ഒരു വസ്തുവാണ്. അതുണ്ടാവാതിരിക്കാനാണ് ഞാൻ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കുക. ഒരുപാട് നേരം ഇട്ടേക്കത്തില്ല, തിളച്ച വെള്ളത്തിൽ ഒന്ന് മുക്കുക, പെട്ടെന്ന് വെള്ളം എടുത്ത് കളഞ്ഞ ശേഷം അങ്ങ് ഉണക്കിയെടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ, കൃഷി കാഴ്ചകൾ, കൃഷി അറിവുകളാണ് ഇലഞ്ഞൂർ വ്ലോഗിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കൃഷി കാഴ്ചകൾ കാണാൻ, കൃഷി കാഴ്ചകൾ അറിയാൻ, അതുപോലെ തന്നെ സമാന ചിന്താഗതിയുള്ളവരിലേക്കൊക്കെ ഈ അറിവുകൾ എത്തിക്കാനൊക്കെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നാളിതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോകൾക്ക് ആദ്യകാലം മുതൽ തന്നെ പൂർണ്ണമായ പിന്തുണ, എൻ്റെ ചാനലിന് പൂർണ്ണമായ പിന്തുണയും സഹകരണവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നതിനെ ഞാൻ കൃത്യമായി ഓർക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കുരുമുളകിൻ്റെ മറ്റുള്ള വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിയാം. കുരുമുളകിൻ്റെ ജന്മദേശം തെക്കേ ഇന്ത്യയിലാണെന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ തെക്കേ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവിതാംകൂറിൽ ആണെന്നാണ് എല്ലാവരുടെയും പ്രബലമായ ഒരു വിശ്വാസം. ഏതാണ്ട് 3000 വർഷം പഴക്കമുള്ള സംസ്കൃത ഗ്രന്ഥങ്ങളിലൊക്കെ കുരുമുളകിനെ പറ്റി പറയുന്നുണ്ട് എന്ന് വ്യക്തമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിപുരാതന കാലം മുതൽക്ക് തന്നെ പാശ്ചാത്യ രാജ്യക്കാരും പൗരസ്ത്യ രാജ്യക്കാരും തമ്മിൽ കുരുമുളക് കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നതായും വിശ്വസിക്കുന്നു. BC 4-ാം ശതകത്തിൽ അറബികൾ ഇന്ത്യയിൽ നിന്നും കുരുമുളക് ശേഖരിച്ച് കരമാർഗം യൂറോപ്പിൽ കൊണ്ടുപോയി വിൽക്കുകയും വൻ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നതായി പറയപ്പെടുന്നു. അപ്പം ഇത് കണ്ടാണ് ഈജിപ്തുകാർ കുരുമുളക് കച്ചവടത്തിനായി ഇറങ്ങിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യേശുവിൻ്റെ ജന്മകാലത്ത് റോമാക്കാർക്ക് കുരുമുളക് വ്യാപാരം ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നുണ്ട്. 1498 കാപ്പാട് കടപ്പുറത്ത് വന്നെത്തിയ വാസ്കോഡ ഗാമയുടെ ഉദ്ദേശവും യൂറോപ്പുകാരുടെ കുരുമുളക് അന്വേഷിച്ചുള്ള യാത്രയാണെന്ന് വ്യക്തമാക്കുന്നതാണ്. യൂറോപ്പിൽ നിന്നും ക്രിസ്തുമതം ഇന്ത്യയിൽ എത്തിക്കാനും അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാക്കാനും ഒക്കെ ഇടയായ സാഹചര്യവും കുരുമുളകുമായി ബന്ധമുണ്ട് എന്ന കാര്യം നാം മറക്കരുത്. അപ്പോൾ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഇന്ത്യയിൽ നിന്നും കുരുമുളക് മറ്റ് പല സ്ഥലങ്ങളിലേക്കും കുരുമുളക് കൊണ്ടുവരുന്നുവെന്നും വ്യക്തമാണ്. ലോക കമ്പോളത്തിൽ ഏറ്റവും അധികം വിൽപ്പന നടക്കുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ കുരുമുളകിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ 90% കയറ്റി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്നത് നമുക്ക് അഭിമാനകരമാണ്. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ 95% ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലാണെന്നും നമുക്കേറെ സന്തോഷമാണ്. ഏകദേശം 75ഓളം ഇനങ്ങളിൽപ്പെട്ട കുരുമുളക് ഉള്ളതായിട്ടാണ് അറിയപ്പെടുന്നത്. മെയ് ജൂൺ മാസത്തോടെയാണ് കുരുമുളക് തിരിയിട്, അതായത് ഇത് കുരുമുളക് ഉണ്ടാകുന്നത്. അതിന് തിരിയാണ് ആദ്യമായിട്ട് വരുന്നത്. ആ തിരിയിലാണ് മുളക് മണികൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പം ഡിസംബർ ജനുവരി മാസങ്ങളിലൂടെ ഇവ പാകമായി നമുക്കത് പറിച്ചെടുത്ത് ഉണക്കുകയോ പച്ചയ്ക്ക് വിളിക്കുകയോ ചെയ്യുന്ന രീതിയിലായി മാറും. എന്നാൽ ഉയർന്ന പ്രദേശങ്ങളിൽ, അതായത് ഹൈ റേഞ്ച് പ്രദേശങ്ങളിലൊക്കെ ഈ ഫെബ്രുവരി മാർച്ച് മാസത്തോടെ മാത്രമേ കുരുമുളക് പാകമാകുകയുള്ളൂ എന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരാഗണമെന്ന് പറയുമ്പോൾ വെള്ളം, പ്രത്യേകിച്ച് മഴവെള്ളത്തിലൂടെയാണ് കുരുമുളക് പൂക്കൾക്ക് പരാഗണം നടക്കുന്നത്. അതുകൊണ്ട് ജലസേചനം, വെള്ളം വീഴുന്ന സൗകര്യം ഉള്ളിടത്ത് വേണം നമ്മൾ കുരുമുളക് കൃഷി ചെയ്യാൻ. അപ്പം കുരുമുളക് കൂടിയിൽ നിന്നും അടർത്തിയെടുക്കുന്ന ഈ തിരിയോട് കൂടിയ മുളക് മണികളാണ് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ ചവിട്ടി മരിച്ചോ അതല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ടോ ഇത് മണികൾ വേർതിരിച്ചാണ് നമ്മളിത് സംസ്കരിക്കാനായിട്ട് എടുക്കുന്നത്. പിന്നെ ഒരു കുരുമുളകുടെ ആയുസ് എന്ന് പറയുമ്പോൾ 15 കൊല്ലമാണെന്നാണ് കണക്കാക്കപ്പെട്ടത്. എന്നാൽ അതിലൊക്കെ ഒരുപാട് കാലം പഴക്കമുള്ള കുരുമുളക് കൊടികൾ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട് എന്നതും ഒരു സത്യം തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷിൽ ബ്ലാക്ക് പെപ്പർ എന്ന പേരിലാണ് കുരുമുളക് അറിയപ്പെടുന്നത്. ഈ കുരുമുളക് ഉണങ്ങിക്കഴിഞ്ഞുള്ള കുരുമുളകിൻ്റെ പല തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുമൊക്കെ ഇന്ന് വെളിയിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ,
കുരുമുളക് കൃഷി നമുക്ക് മറ്റ് തോട്ടവിളകളെ അപേക്ഷിച്ച് വളരെ ലാഭകരമായി ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ട് തന്നെ ദീർഘകാല വിളയുമാണ്. വലിയ ചിലവോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ലൊരു സ്വയം തൊഴിൽ ആയി നടപ്പാക്കാൻ പറ്റുന്ന ഒരു കൃഷി രീതിയാണ് കുരുമുളക്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മുടെ യുവാക്കൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പം എല്ലാവർക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.